അങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരും. ഇവിടെ മാത്രമല്ല, ഞാൻ LKG മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത് NSS EPP സ്കൂൾ മുകളിലാണ്. 7 മുതൽ 10 വരെ ഇവിടെ പഠിച്ചു. 2 വർഷം മാത്രം തുടർന്നോട്ട് പോയി ഇത്രയേ ഉള്ളൂ. ബാക്കി ഡിഗ്രി ബയോകെമിസ്ട്രി ആയിട്ട് 12 പഠിച്ചത്. ജഡക്സായിട്ട് കുടിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇറങ്ങിപ്പോയി അവിടെ പോയി അവിടെയാണ് 9ാം ക്ലാസ് അതിന്റെ വരാന്തയിൽ പോയി ഒന്നും മിണ്ടാതെ ചുമ്മാ ഇരിക്കാൻ ഒക്കെ പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലയളവാണ് ഇത് എന്നിപ്പോൾ പറഞ്ഞ ഒരു പക്ഷെ മനസ്സിലാവില്ല. ഞാനപ്പോ സ്കൂളിൽ പഠിച്ച ഒരു കാലമേ അല്ല ഇപ്പോഴത്തെ സ്കൂൾ കോളേജ് കാലം എന്നുള്ളത്. അത് പിന്നെ ഇഞ്ചക്ഷനിലേക്ക് പോകുന്നു, പൊടിച്ചു മൂക്കിൽ വലിക്കലിലേക്ക് പോകുന്നു. വലിയ എന്താണ് ആ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. പ്രവർത്തിക്കുമെന്നു ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ കലാകായിക ശാസ്ത്ര പ്രതിഭകൾ അവരാദരവേറ്റ് വാങ്ങാൻ കാത്തിരിക്കുകയാണ്. അതുപോലെ മുഖ്യ വലിയ പ്രവാസത്തിന് പ്രസക്തി സമയത്തില്ല. അത് മാത്രമല്ല, ഈ ഒരുപാട് പൊതുപരിപാടികളും സ്കൂളുകളിലും കോളേജുകളിലും പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറൊരു വികാരമാണ്. അത് എങ്ങനെ പറഞ്ഞ് അറിയിക്കണമെന്ന് അറിയില്ല. അത് മറ്റൊരു പൊതുപരിപാടിയിൽ പോകുമ്പോൾ വികാരമല്ല. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വേറൊരു വൈബാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് തറങ്ങി വരുന്ന സമയമാണ്. എന്താണ് ഇവിടെ നമ്മൾ 8, 9, 10 ക്ലാസ്സായിരുന്നു. അപ്പൊ ആ ക്ലാസ് കൂടിയുള്ള ഓഫീസിലേക്ക് വരികയാണ്. അവിടെ രാധാകൃഷ്ണൻ സാറിന്റെയും സതീഷ് സാറിന്റെയും പത്മ ടീച്ചറിന്റെയും അൽകുമാർ സാറിന്റെയും ഒരു ക്ലാസിക്കൽ ചെയ്തി ഇപ്പോൾ ഇങ്ങനെ മുഴങ്ങാണ്. ഇതേ വേദിയിൽ എന്താണ് സ്കൂൾ കലോത്സവത്തിൽ ഞങ്ങൾ കളിച്ച നാടകം, അതിന്റെ റിഹേഴ്സലിന് വേണ്ടി കട്ട് ചെയ്ത ക്ലാസ്സുകൾ, ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാട് അങ്ങനെ ഉമേഷ് കൃഷ്ണൻ, ശ്യാം കൃഷ്ണൻ, കമല്, ഷിജിൻ, ഷാജു, ഷാനു പോലെയുള്ള കൂട്ടുകാരെയൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങൾ കാണിച്ച കുരുത്തകൾ, അതിന് കിട്ടിയ വഴക്കുകൾ ഒക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. വലിയ നല്ല ഓർമ്മകളാണ്. അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ പഠിച്ച അനീഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അപകടത്തിൽപ്പെട്ട് വിടാൻ പറഞ്ഞു. അപ്പൊ അന്ന് വലിയ വേദനയായിരുന്നു. ആ വേദനയൊക്കെ ഇപ്പോഴും അതേ വേദനയെ തന്നെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ കേൾക്കുകയാണ്. ഈ വേദി ഇതേ സ്റ്റേജിൽ ഒരു സ്വാതന്ത്ര്യ സമയത്ത് എനിക്ക് ശിവകുടി സാർ ഇവിടെ ഇതേ വേദി സമ്മാനമുണ്ട് പ്രസംഗത്തിന്. അതൊരു സ്വാതന്ത്ര്യ ദിന പ്രസംഗമായിരുന്നു. അതിന്റെ ഞാൻ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന് നമുക്ക് 5 മിനിറ്റ് മുമ്പ് റിവിഷൻ തരുള്ളൂ. 8ാം ക്ലാസ്സിൽ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് കരാളഹസ്തങ്ങളിൽ നിന്ന് ഭാരതമാതാവ് മോചിതയായ ദിവസം. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേയധികം കുതിപ്പുകൾ, കിതപ്പുകൾ, എന്തൊക്കെയുള്ള വരികൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരും. ഇവിടെ മാത്രമല്ല, ഞാൻ LKG മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത് NSS EPP സ്കൂൾ മുകളിലാണ്. 7 മുതൽ 10 വരെ ഇവിടെ പഠിച്ചു. 2 വർഷം മാത്രം തുടർന്നോട്ട് പോയി ഇത്രയേ ഉള്ളൂ. ബാക്കി ഡിഗ്രി ബയോകെമിസ്ട്രി ആയിട്ട് 12 പഠിച്ചത്. അപ്പൊ നമ്മുടെ ഈ ബാലകൗമാരങ്ങളുടെ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ. ആ ഓർമ്മകൾ എന്താണ്? ആ ഓർമ്മകളാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാലത്തോളവും നമ്മുടെ മനസ്സിൽ ഹരിതാഭമായി ഏറ്റവും മനോഹരമായി നിൽക്കുന്ന ഓർമ്മകൾ. ആ ഓർമ്മകളുടെ സ്ഥലമാണ് ഈ പറഞ്ഞ ഏരിയ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങനെ ജഡക്സായിട്ട് കുടിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇറങ്ങിപ്പോയി അവിടെ പോയി അവിടെയാണ് 9ാം ക്ലാസ് അതിന്റെ വരാന്തയിൽ പോയി ഒന്നും മിണ്ടാതെ ചുമ്മാ ഇരിക്കാൻ ഒക്കെ പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലയളവാണ് ഇത് എന്നിപ്പോൾ പറഞ്ഞ ഒരു പക്ഷെ മനസ്സിലാവില്ല. സ്കൂള് കഴിഞ്ഞ്, കോളേജ് കഴിഞ്ഞ്, ജോലിയൊക്കെ കിട്ടി, കല്യാണം കഴിഞ്ഞ് ജീവിതത്തിന്റെ തിരക്കുകളിൽ പെട്ട് നിൽക്കുമ്പോഴായിരിക്കും കഴിഞ്ഞു പോയത് എത്ര ബ്യൂട്ടിഫുൾ സമയമായിരുന്നു അപ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് മാത്രമല്ല, എന്താണ് ഈ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ പറയേണ്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട എന്ന് മനസ്സിൽ തോന്നുമെങ്കിലും പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച ഞാൻ 2000-ന് മുമ്പുള്ള ബാച്ചാണ്. 2000 SSLC ബാച്ചാണ്. 2000-ന് മുമ്പുള്ള ബാച്ചാണ്. ഞാനപ്പോ സ്കൂളിൽ പഠിച്ച ഒരു കാലമേ അല്ല ഇപ്പോഴത്തെ സ്കൂൾ കോളേജ് കാലം എന്നുള്ളത്. നമ്മുടെ ഞാൻ നിരന്തരം ജോലി ചെയ്യുന്ന ന്യൂസ് ഡെസ്ക് അല്ലെങ്കിൽ വാർത്താ ദിവസങ്ങൾ വേദനയോടെ സങ്കടത്തോടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിമിഷമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോ ഓരോ ദിവസം ഒന്നാണ് നമ്മുടെ സ്കൂൾ കുട്ടികളടക്കം കോളേജ് കുട്ടികളടക്കം ഉൾപ്പെടുന്ന ഈ പറയുന്ന ലഹരി സംഘം പിടിക്കുന്നു, അല്ലെങ്കിൽ ലഹരി പിടിക്കുന്നു, ലഹരി കെണിയിൽ കുഞ്ഞുങ്ങൾ എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന വരവ് കണ്ടാൽ പെരുമഴപോലുള്ള വരവാണ്. നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഓരോ ദിവസം എന്നാണ്, എല്ലാ ദിവസവും എന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എല്ലാ ദിവസവും ഇല്ല. ഏറ്റവും ഒടുവിലൊരു ഉദാഹരണം പറഞ്ഞ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. പേരും സ്ഥലവും ഞാൻ പറയുന്നില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിടിക്ക് അവിടെ ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലൊക്കെ ഉള്ള കുട്ടിയാണ്. സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടിയാണ്. കബഡിയുടെ ട്രെയിനിങ്ങിന് കബഡി പരിശീലിക്കുന്ന സ്കൂളിൽ പോകുന്നു. ആ സ്കൂളിലെ ചേച്ചി, സീനിയർ ചേച്ചി, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ആ ചേച്ചി ബിസ്ക്കറ്റ് കൊടുക്കുന്നു. 1ാം ദിവസം ഈ കുട്ടിയെ മാർക്ക് കഴിക്കും. 8ാം ക്ലാസ്സായി
രണ്ടാം ദിവസവും പോകുന്നു, ബിസ്ക്കറ്റ് കൊടുക്കുന്നു, വാങ്ങി കഴിക്കുന്നു. മൂന്നാം ദിവസവും പോകുന്നു, ബിസ്ക്കറ്റ് കൊടുക്കുന്നു, വാങ്ങി കഴിക്കുന്നു. നാലാം ദിവസമായപ്പോഴേക്കും ഈ 8ാം ക്ലാസ്സുകാരിക്ക് ബിസ്ക്കറ്റ് കിട്ടിയേ മതിയാവുകയുള്ളൂ. അത് പിന്നെ ഇഞ്ചക്ഷനിലേക്ക് പോകുന്നു, പൊടിച്ചു മൂക്കിൽ വലിക്കലിലേക്ക് പോകുന്നു. വലിയ ആ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അങ്ങനെ ലഹരിക്ക് അഡിക്റ്റായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും വലിയ സാമ്പത്തിക സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുട്ടിയെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ മയക്കുമരുന്നിന്റെ ക്യാരിയറാക്കി മാറ്റുകയാണ് ഈ ലഹരി കടത്ത സംഘം. അപ്പോ ആ കുട്ടി കൊടുക്കുന്ന ഓഫർ, നീ മയക്കുമരുന്ന് കടത്തു, അതിന്റെ ഒരു പങ്ക് നിനക്ക് തരാം. സ്കൂൾ യൂണിഫോമും കുട്ടികളുടെ ബാഗും, സ്കൂൾ ബാഗും ലഹരി മാഫിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേഫ് ആയിട്ടുള്ള കടത്ത് മാർഗങ്ങളാണ് എന്നുള്ളത് എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. നമ്മുടെ ചാനലിൽ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി 24 കണക്ട് എന്ന ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിൽ ലഹരി ബോധവൽക്കരണത്തിൽ സ്കൂളുകളും കോളേജുകളും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആ മേഖലയിലെ എക്സൈസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വരാറുണ്ട്. ഇത് ഭീകരമായ നമ്മൾ നിൽക്കുന്നത് ഒരു വോൾക്കാനയ്ക്ക് മുകളിലാണ്. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ടീച്ചർമാരെ രക്ഷകർത്താക്കളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. ഞാൻ നേർക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വളരെ ഗ്രൗണ്ടിൽ ഈ ലഹരി മാഫിയ വളരെ സജീവമായി പ്രവർത്തിക്കുമെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, അത് എക്സൈസ് ആണ്. എക്സൈസിന്റെ കണക്കുകളാണ്. സാധാരണഗതിയിൽ പ്രത്യേക ശ്രദ്ധയുള്ള സ്കൂളുകളിൽ നിന്നും ഞാനൊന്നും പഠിക്കുമ്പോൾ ആ സ്കൂളുകൾക്കില്ല. ഇപ്പോ എക്സൈസിന് അവരുടെ ഇത്ര സ്കൂളുകൾ 1100 സ്കൂളുകളാണ് കഴിഞ്ഞ അധ്യയന വർഷം അവർ ഈ പറയുന്ന ലഹരി സാധ്യതാ മേഖലകൾ ഉൾപ്പെടുത്തിയ സ്കൂളുകളുടെ എണ്ണം ഓരോ വർഷം കൂടുതൽ കൂടി വരുന്നു എന്ന് പറയുകയാണ്. സൂക്ഷിക്കേണ്ട സമയമാണ്, അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട സമയമാണ്. ഇതുപോലെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഒരു ഡി അഡിക്ഷൻസ് ഡോക്ടർ സംസാരിച്ചു. ഡോക്ടർ പറയുന്നുണ്ട്, ഒരേ ഒരു തവണ ഈ കെമിക്കൽ ലഹരി ഉപയോഗിച്ചാൽ രാസലഹരി ഉപയോഗിച്ചാൽ പിന്നെ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയി വലിയ പ്രയാസമാണ് എന്ന് പറയുകയാണ്. കാലക്രമേണ ഉപയോഗത്തിന് 2-3 വർഷം കഴിയുമ്പോഴേക്കും പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങും, എല്ലുകൾ പൊടിഞ്ഞു തുടങ്ങും, തലച്ചോറ് നാനാവിധമാകും. ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കും മുന്നേ തന്നെ ഈ പറയുന്ന മരണത്തിലേക്കുള്ള ദൗത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നിങ്ങൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ലോകം അത്രത്തോളം എക്സ്പോസ്ഡ് ആയ ലോകമാണ്. ഒരുപക്ഷെ ഈ പറയുന്ന രക്ഷകർത്താക്കളുടെയോ അധ്യാപകരുടെയോ കണ്ണ് നിങ്ങളുടെ വഴികളിൽ എത്തിപ്പെട്ടു വരില്ല. ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിൽ പറയുന്നത്, ആര് എന്ത് പ്രലോഭനം നടത്തിയാലും, അച്ഛൻ കണ്ടാലും അമ്മ കണ്ടാലും ആര് കണ്ടില്ലെങ്കിലും ഏതൊക്കെ സാഹചര്യത്തിലും ഒരു കാരണവശാലും ഈ പറയുന്ന ലഹരി തൊട്ട് ഞാൻ നാക്കിൽ വെക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പറയേണ്ട സമയമാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ പറയുന്ന പ്രതിജ്ഞ നേരിടുകയാണ്. എഴുന്നേക്കാവും. താങ്ക് യു. ഞാൻ പറയുന്നത് നേരിടണം. ചൊല്ലോ. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്നെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരി മുക്ത നവകേരളം പടുത്തുയർത്താൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതൊരു താങ്ക് യു. അപ്പൊ അങ്ങനെയുള്ള വല്ലാത്തൊരു കാലമാണ്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ തന്നെ ഇതിനുള്ള വഴികളൊക്കെ കെടുകളാണ്. അതുപോലെ തന്നെയാണ് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ അടുത്ത തന്നെയാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ലഹരി മാഫിയയോടുള്ള കണക്ഷൻ വരുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. നമുക്കറിയാം, നിങ്ങൾ ഫേസ്ബുക്ക് കഴിഞ്ഞ്, ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ്, സ്നാപ്ചാറ്റ് കഴിഞ്ഞ്, ഇപ്പൊ ഡിസ്കോഡ് ഒക്കെയാണ്. ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ കണ്ണും കാതും തുറന്നിരിക്കണം. ഇത്തരത്തിൽ കെണിയിൽ വീഴ്ത്താനുള്ള ചതിപ്പുള്ളികൾ അവിടെയൊക്കെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ അവിടെ ഇടപെടണം. ഇപ്പോ കടലൊക്കെ പണ്ട് പാടുന്നുണ്ട്. എന്താണ് പാടുന്നത്? കാവിലെ കിളിപ്പാട്ട് കണ്ടും പൂവ് കണ്ടും പറന്നു ചെല്ലലെ കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും. കണ്ണുവേണം ഇരുപുറമെപ്പോഴും, കണ്ണുവേണം മുകളിൽ താഴെയും, കണ്ണുവേണം ഉൾക്കണ്ണ അടങ്ങാത്ത കത്തിച്ചൊലിക്കുന്ന ഉൾക്കണ്ണ് നമുക്ക് വേണം എന്ന മുന്നറിയിപ്പ് കവി അന്നേ പാടിയത്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക.
നമ്മൾക്ക് എന്താണ് നമ്മൾ ഈ സമൂഹത്തിന്, ഈ സ്കൂളിൽ മാത്രമല്ല, ഈ സ്കൂളിന്, പന്തളത്തിന്, കേരളത്തിന്, രാജ്യത്തിന്, ലോകത്തിന് തന്നെ മാതൃകയാവേണ്ട, അതിനെ നയിക്കേണ്ട നേതൃനിരയാണ് നിങ്ങൾ. അപ്പൊ ആ നേതൃനിരയിലേക്ക് എത്താൻ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കലാലയ മുത്തശ്ശി അല്ലെങ്കിൽ ഈ വിദ്യാലയ മുത്തശ്ശി എന്റെ അപ്പൂപ്പൻ പഠിച്ച സ്കൂളാണ്, എന്റെ അച്ഛൻ പഠിച്ച സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്. തലമുറകളായി ഒരുപാട് തലമുറകൾ പഠിച്ചിറങ്ങിയ, ഇനി ഒരുപാട് തലമുറകൾ പഠിക്കാനിരിക്കുന്ന ഈ വിദ്യാലയ മുത്തശ്ശി എന്താ അതിന്റെ സർവ്വപ്രഭാവത്തിൽ ഇനിയുള്ള കാലവും വാഴട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.